കണ്ടിട്ടുണ്ടാ? അപ്പോൾ ഈ നാരങ്ങ വളരെ അപൂർവം പേരൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതാണ് ഗണപതി നാരങ്ങ. അപ്പോൾ ഒരു ആയുർവേദ മരുന്നുകളിലേക്ക് ഒരു പ്രധാന ചേരുവയാണ് ഈ ഗണപതി നാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട ഇത് കണ്ട, ഇതിൻ്റെ പുറഭാഗമൊക്കെ ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട. പക്ഷേ ഇത് നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. ഉൾഭാഗത്തൊക്കെ കുരുവൊക്കെ ഉണ്ടാവും, പിന്നെ നാരങ്ങയുടെ അല്ലികളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് പച്ചക്ക് കഴിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ പച്ചക്ക് കഴിക്കുക, നമുക്ക് അച്ചാറുണ്ടാക്കി കഴിക്കുക, നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുക. കൊളസ്ട്രോളിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ നാരങ്ങ. കണ്ട, ഇതിൻ്റെ ചെറിയ നാരങ്ങയാണ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വരുള്ളൂ. കണ്ട, ഇതേപോലെ പടർന്ന് പന്തലിച്ചാണ് ചെടി വന്നത്. ഇതിങ്ങനെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും, സീസണൊന്നുമില്ല പ്രത്യേകിച്ച് കേട്ടോ. നമുക്ക് എപ്പോഴും ഇതുപോലെ നാരങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കും. കുട്ടികളിലുണ്ടാവുന്ന കൃമിശല്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഗണപതി നാരങ്ങ. പിന്നെ വയറ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ സ്ഥലമുള്ളവർക്കൊക്കെ വെച്ച് പിടിപ്പിക്കുക. കാരണം ഇത് പടർന്ന് പന്തലിച്ച് കുറച്ച് സ്ഥലം വേണം ഇത് വളരാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് വെട്ടി നിർത്തി ചെറുതാക്കിയും വളർത്താം. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നതാണ് ഈ ഗണപതി നാരങ്ങ. ഇപ്പോൾ ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും അങ്ങനെ മേടിക്കാനും കിട്ടൂല. ഗണപതി നാരങ്ങയൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഗണപതി നാരങ്ങയൊക്കെ കിട്ടുള്ളൂ. ഇത് ആദ്യം ഇതിൻ്റെ പുറംതൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് വേണം നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പം അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നല്ല കയ്പ്പായിരിക്കുള്ളൂ. ഇപ്പം നമ്മൾ വെറുതെ പച്ചക്ക് കഴിക്കുമ്പോൾ നല്ല മധുരമൊക്കെ പോലെയാണ്. അച്ചാർ ഉണ്ടാക്കി വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നല്ല കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ട് പുറംതൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കോരി എടുത്തിട്ട് വേണം അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട്. അച്ചാറൊക്കെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഗണപതി നാരങ്ങ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കൃഷി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരു പാകി മുളപ്പിച്ച് നമുക്ക് നടാം. ഇതിൻ്റെ കമ്പ് മുറിച്ച് നടാം. കമ്പ് മുറിച്ച് നടുമ്പോഴാണ് പെട്ടെന്ന് തന്നെ നാരങ്ങ ഉണ്ടാവുന്നത്. കുരു പാകി മുളപ്പിക്കുമ്പോൾ ഒരുപാട് നാൾ വേണം നാരങ്ങ ഉണ്ടാകാനായിട്ട്. അപ്പോൾ കമ്പ് മുറിച്ച് നമ്മൊരു കവറിൽ വേരൊക്കെ പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് വേര് പിടിച്ച ശേഷം നമ്മൾ എവിടെയാണോ നടാൻ പോണത് അവിടെ നമുക്ക് നേരിട്ട് നട്ടു കൊടുക്കാം. പ്രത്യേകിച്ച് വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഈ നാരങ്ങക്കൊന്നും. ഞാനിവിടെ വളമൊന്നും ചെയ്യാറില്ല. വേനൽക്കാലത്ത് നനച്ചും കൊടുക്കാറില്ല അങ്ങനെ. എന്നാലും ഇത് നാരങ്ങയൊക്കെ ഉണ്ടാവും. അപ്പോൾ യാതൊരു പരിചരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് സ്ഥലമുള്ളവർക്ക് നമുക്ക് എവിടെയെങ്കിലും പറമ്പിൻ്റെ ഒരു മൂലയിലൊക്കെ നട്ടുപിടിപ്പിക്കാം. നമ്മൾ പലതരം നാരങ്ങകളും വെച്ച് പിടിപ്പിക്കാനുള്ള. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഗണപതി നാരങ്ങ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഗണപതി നാരങ്ങ കാണാത്തവർക്കാണ്. കണ്ട, ഇതാണ് ഗണപതി നാരങ്ങ എന്ന് പറയുന്നത്. കണ്ട, ഇതേപോലത്തെ ഷേപ്പൊക്കെയാണ്. ഇത് 1/2 കിലോ മുതൽ ഒരു 2 കിലോ വരെ വെയിറ്റ് വരെ ഉള്ള നാരങ്ങയൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല വെയിറ്റ് ആയിരിക്കും ഈ നാരങ്ങക്ക്. ചെറുത് തുടങ്ങി വലിയ നാരങ്ങ വരെയൊക്കെ ഉണ്ടാകും. അത് നമ്മൾ കുറച്ച് വളവും വെള്ളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വലിയ നാരങ്ങയൊക്കെ നമുക്ക് കിട്ടും. പല ഇതിൽ കിട്ടും. പിന്നെ നമുക്കിത് പ്രൂൺ ചെയ്ത് കൊടുക്കാം. പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ശാഖകൾ വന്നിട്ട് പൂവിട്ടിട്ട് നിറച്ച് കായൊക്കെ ഉണ്ടാവും. നമ്മളിവിടെ അങ്ങനെ വലിയ പരിചരണം ഒന്നും കൊടുക്കാണ്ട് നട്ടേക്കണതാണ്. നമുക്ക് അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ നമുക്ക് നാരങ്ങ ഇതിൽ നിന്ന് പറിച്ചെടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള നാരങ്ങയ്ക്ക് ഇത് വന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൈകൾ നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഗണപതി നാരങ്ങ എന്ന് പറഞ്ഞാൽ മതി. ഇതിനെ കറി നാരങ്ങ എന്നുള്ള പേരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തൈയൊക്കെ നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. സ്ഥലമുള്ളവരൊക്കെ ഒരു തൈയൊക്കെ നമ്മൾ മറ്റുള്ള നാരങ്ങയൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ ഗണപതി നാരങ്ങയുടെ ഒരു തൈ നടാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഉള്ളതാണ്. ആയുർവേദ മരുന്നുകളിലേക്ക് ഒരു ചേരുവയാണ്. അപ്പോൾ അതിനൊരുപാട് ഗുണങ്ങളുള്ളതാണുള്ള. നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു നാരങ്ങ തന്നെയാണ് ഈ ഗണപതി നാരങ്ങ. അപ്പോൾ എല്ലാവരും ഗണപതി നാരങ്ങയുടെ തൈയൊക്കെ ഓരോന്ന് മേടിച്ച് നടാം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.